ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +2 ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ മേരെ ഭാരത് വാസിയോൻ എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു നിർത്തിയായിരുന്നു ഇല്ലേ? കഥ ഓർമ്മയുണ്ടാവുമല്ലോ. എന്തുവായിരുന്നു പറഞ്ഞേ? നാം ഏത് നേട്ടത്തിൻ്റെ ഉത്സവമാണോ നടത്തുന്നത് അത് വെറും ഒരു തുടക്കം മാത്രമാണ്. പുതിയ അവസരങ്ങൾ തുറക്കാനുള്ള ഒരു തുടക്കം മാത്രമാണെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ബാക്കി നോക്കിയേ. इससे भी बड़ी विजय और उपलब्धियाँ हमारी प्रतीक्षा कर रही है. ഇതിലും വലിയ ഉപലബ്ധി, നേട്ടങ്ങൾ, വിജയങ്ങൾ ഇല്ലേ? ഇതിലും വലിയ വിജയം നമ്മളെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ക്യാ ഹംനെ इतनी शक्ति और बुद्धिमत्ता है कि हम इस अवसर को समझे और भविष्य की चुनौतियों को स्वीकार करें. ഭവിഷ്യം എന്ന് വെച്ചാൽ ഭാവി, ചുനൗത്തി, വെല്ലുവിളികൾ. ഇനി നോക്കിയിരിക്കാം. നമുക്ക് കിട്ടിയ അവസരത്തിൽ അവസരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും പുതിയ ചുനൗത്തികളെ, വെല്ലുവിളികളെ നേരിടാനുള്ള ബുദ്ധിയും ശക്തിയും നമുക്ക് ഉണ്ടോ? അദ്ദേഹം പറയാണ്, നമുക്ക് കിട്ടിയ അവസരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള ബുദ്ധിയും ശക്തിയും നമുക്ക് ഉണ്ടോ എന്ന്. ഓക്കെ, भविष्य में हमें विश्राम करना या चैन से नहीं बैठता है. വിശ്രമമാണ് ചൈൻ, ആശ്വാസം എന്നൊക്കെ. ഭവിഷ്യം എന്ന് വെച്ചാൽ ഭാവിയിൽ നമുക്ക് ആശ്വസിക്കാനും വിശ്രമിച്ചിരിക്കാനും കഴിയില്ല. അദ്ദേഹം പറയുന്നു, ഭാവി കാലത്തിലെ നമുക്ക് ആശ്വസിക്കാനും വിശ്രമിച്ചിരിക്കാനും കഴിയില്ല. ബൽക്കി പിന്നെയോ നിരന്തർ പ്രയാസ് കർത്താഹെ, നിരന്തരം പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കും, അതായത് ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും. താക്കി അതായത് ഹം ജോ വചൻ ബാർ ബാർ ദൊഹാർത്തെ രഹേ ഹൈം. ദൊഹാർന ഉരുവിടുക, ആവർത്തിക്കുക എന്നൊക്കെ പറയും. ബാർ ബാർ വീണ്ടും വീണ്ടും എന്നൊക്കെ. താക്കി ഹം ജോ വചൻ ബാർ ബാറെ ദൊഹാർത്തെ രഹേ ഹേ. അതായത് കൊടുത്ത വാക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഉരുവിടുകയും ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടുത്ത നോക്കി. ആർ ജിസ്സേ ഹം ആജിഫി ദൊഹറായെങ്കിൽ ഉസേ പൂരാ കർ സകെ. കൊടുത്ത വാക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പല പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം? ദോഹറായകെ, ഉരുവിട്ടുകൊണ്ടിരിക്കണം. നമ്മൾ കൊടുത്ത വാക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പല പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടേ ഇരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആൻസറാണ് ഭാരത് കി സേവാ കാ അർത്ഥ് ഹേ. അത് ക്യാ ഹേ എന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക് കേട്ടോ. നമുക്ക് എൻ്റെ ആൻസറാണ് കൊടുത്തേക്കുന്നത്. ലാഖോം കരോടോം പീഡിത ലോകോം കി സേവാ കർന. ഭാരതത്തെ സേവിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെയുള്ള ലാഖോൻ, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, പീഡിതെന്ന് വെച്ചാൽ ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങളെ സേവിക്കുക എന്നത്. ഇസ്കാ മതലബ് ഹേ, ഇതിൻ്റെ ആശയം ഗരീബി ആറെ അജ്ഞാനത കോ മിഠാന. ഗരീബി ദാരിദ്ര്യം, അജ്ഞാനത അറിവില്ലായ്മ, മിഠാന മാറ്റുക. ഇവിടെയുള്ള ദാരിദ്ര്യം അതിനോടൊപ്പം തന്നെ അറിവില്ലായ്മയും മാറ്റുകയും ചെയ്യുക. ബീമാരിയോം और അവസരവും की അസമാനത കോ മിഠാന. ബീമാരിയ രോഗങ്ങളും അവസരങ്ങളുടെ സമത്വമില്ലായ്മയും മാറ്റുക, ഇല്ലാതാക്കുക. അടുത്ത നോക്കി. ഹമാരി പീढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही है कि हर एक आंखों से आंसू मिट जाए. आंसू കണ്ണുനീർ, ആങ്കെ കണ്ണ്, മഹത്വാകാംക്ഷ ആഗ്രഹം, പീഡി തലമുറ. ഓക്കെ, ഹമാരി പീഡിക്ക് സബ്സെ മഹാൻ വ്യക്തിക്ക്, നമ്മുടെ തലമുറയിലെ ഏറ്റവും മഹാനായ വ്യക്തിയുടെ യഹി മഹത്വാകാംക്ഷ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്നു. എന്താണെന്നൊക്കെ. ഹറേക്ക് ആങ്കോൻസെ ആൻസു മിഡ്ജായ്, ഓരോ കണ്ണിലെയും കണ്ണുനീർ എന്ത് ചെയ്യണം? തുടച്ചു മാറ്റുക എന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. മഹാൻ വ്യക്തിയുടെ ഇവിടെയുള്ള ഓരോ ജനതയുടെയും കണ്ണിലെ കണ്ണുനീർ തുടച്ചു മാറ്റുകയും ചെയ്യുക എന്നത്. ഓക്കെ, शायद एक हमारे लिए संभव न हो, पर जब तक लोगों की आंखों में आंसू है और वे पीड़ित है, तब तक हमारा काम ഖതം नहीं होगा. काम ജോലി, ഖതം അവസാനിക്കുക. ബാക്കി വാക്കുകളൊക്കെ അറിയാലോ. ഓക്കെ, ഷായദ് ഒരുപക്ഷെ, ഏ ഹമാരെ ലിയേ സംഭവം ന ഹോ, ഈ കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ ആവതല്ല, അല്ലെ സാധിക്കുന്നതല്ല. और जब तक लोगों की आंखों में आंसू है, എപ്പോൾ വരെയാണോ ജനങ്ങളുടെ കണ്ണിൽ കണ്ണുനീർ ഉള്ളിടത്തോളം കാലം അല്ലേ. അവർ എസ്കി പീഡിതെന്ന് വെച്ചാൽ അവരുടെ പീഡിത വേദന ഉള്ളിടത്തോളം കാലം. എന്നൊക്കെ. അർസ്കെ കഥം ഹമാരാ കാം കഥം നഹി ഹോക, നമ്മുടെ ജോലി തീരില്ല. അതായത് നോക്കി, ഇക്കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ ആവില്ല, എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ കണ്ണുനീർ ഉള്ളിടത്തോളം, അവരുടെ വേദന അവസാനിക്കാത്തിടത്തോളം നമ്മുടെ ജോലി ഖതം നഹിയെ തീരില്ല.
और इसलिए हम परिश्रम करना होगा ताकि हम अपने सपनों की साकार कर सके. इसलिए അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഹമേ വിശ്രം കർണ ഹോഗ. അതുകൊണ്ട് നമ്മുടെ എന്ത് ചെയ്യണം? അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നം എന്ന് വെച്ചാൽ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്വപ്നം പൂർത്തീകരിക്കുന്നത് വരെ നമ്മുടെ പരിശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുക. വേ സ്വപ്ന ഭാരത് കെ ലിയേ ഹേ പർ സാത്ത് ഹി വേ പൂരേ വിശ്വ കെ ലിയേ ഫി ഹേ. അതെന്നൊക്കെ ഭാരതത്തിൻ്റെ മാത്രമല്ല മുഴുവൻ ലോകത്തിൻ്റെ കൂടിയാണ് അത്. എന്നുവെച്ചാൽ ഭാരതത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ പരിശ്രമിക്കുന്നത്, ലോകത്തിന് വേണ്ടിയും ആണ്. आज कोई खुद को बिल्कुल अलग नहीं सोचा सकता क्योंकि सभी राष्ट्र और लोग एक दूसरे से बड़ी समीपता से जुड़े होना യോജിപ്പ് സാമീപ്യം ഓക്കെ. ഇന്ന് ലഘുതെന്ന് വെച്ചാൽ സ്വയം ബിൽക്കുൽ തികച്ചും അലഗ് വേറെ. ഓക്കെ, ഇന്ന് ലോകത്തിലെ ഒരാൾക്ക് പോലും അവനവൻ്റെ കാര്യം മാത്രം ചിന്തിക്കാനേ സോച്ചന നഹി സക്താഹേ, ചിന്തിക്കാൻ കഴിയില്ല. ഇസ്കാ കാരണം എന്ന് വെച്ചാൽ ക്യോംകി, എന്തുകൊണ്ടെന്നാൽ എല്ലാ രാഷ്ട്രങ്ങളും ജനങ്ങളും സമീപതയോടെ യോജിക്കും, അതായത് സൗഹൃദത്തിൽ യോജിക്കുകയും ചെയ്യും. ഇന്ന് ഒന്നുകൂടെ നോക്കിയേ, ആജ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ലോകത്തിലെ ഒരാൾക്ക് പോലും ഖുദായി സ്വയമായി അവൻ്റെ കാര്യം മാത്രം ചിന്തിക്കാനേ സോച്ചന നഹിയെ ചിന്തിക്കാൻ കഴിയില്ല. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ എല്ലാ രാഷ്ട്രങ്ങളും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും സമീപതയോടെ യോജിക്കും. ശാന്തിക്കോ അവിഭാജ്യ കഹാ ഗയാ ഹേ. ശാന്തി ഒരു അവിഭാജ്യ ഘടകമാണ്. നോക്കി, ഇസി തരഹ് സ്വതന്ത്രത ഭി അവിഭാജ്യ ഹേ. അതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും അവിഭാജ്യ ഘടകം തന്നെ ആണ്. സമൃദ്ധി ഭി और വിനാശ് ഭി. സമൃദ്ധിയും വിനാശവും എന്തൊക്കെയാ പറഞ്ഞേ? ശാന്തി, സമാധാനം ഒരു അവിഭാജ്യ ഘടകമാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും അവിഭാജ്യ ഘടകം തന്നെ ആണ്. പിന്നെ സമൃദ്ധിയും വിനാശവും. ഓക്കെ, അബി ഇസെ ദുനിയാ കോ ചോട്ടെ ഹിസ്സാ മേം നഹീം ബാണ്ട് ജാ സക്ത. അബി ഇസെ ചോട്ട ചെറിയ ഹിസ്സാ ഭാഗം ബാണ്ടിന പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക എന്നൊക്കെയാണ്. ഓക്കെ, സമൃദ്ധി ഭി और इसे വിനാശ ഭി. സമൃദ്ധിയും വിനാശവും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അബി ഇസെ ദുനിയാക്കോ ദുനിയാ ലോകം, ഇനിയും ഈ ലോകത്തിലെ ചെറിയ ഹിസ്സയായി ഭാഗങ്ങളായി വേർതിരിക്കാൻ കഴിയില്ല. ഇനിയും ലോകത്തെ എന്ത് ചെയ്യാൻ? ചെറിയ ഭാഗങ്ങളായി വേർതിരിക്കാൻ കഴിയില്ല. हमें स्वतंत्र भारत का महान निर्माण करना है जहाँ उसके सारे बच्चे रह सके. നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ മഹത്തായ നിർമ്മാണം കുറിച്ചിരിക്കുന്നു, അല്ലെ ചെയ്യാനുണ്ട്, അവരുടെ മക്കൾക്ക് താമസിക്കാനായി. എന്താ പറഞ്ഞേ? ഹമേ സ്വതന്ത്ര ഭാരത് കാ മഹാൻ നിർമ്മാൺ കർണാ ഹേ. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ മഹത്തായ നിർമ്മാണം ചെയ്യാനുണ്ട്. ജഹാം ഉസ്കെ സാരെ ബച്ചയും രഹസകെ. അവിടെ അവരുടെ മക്കൾക്ക് എന്ത് ചെയ്യും? താമസിക്കാനായി, അല്ലേ? അവരുടെ മക്കൾക്ക് താമസിക്കാനായി സ്വതന്ത്ര ഭാരതത്തിൻ്റെ മഹത്തമായ നിർമ്മാണം നമ്മൾ ചെയ്യാനുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാഷണം സമാപിച്ചു. പഠിക്കണം നല്ല പോലെ കേട്ടോ. ഇതിൻ്റെ നോട്ട്സൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്ന് ഈ ക്ലാസ്സിലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നോട്ട്സുമായിട്ട്. ഓക്കെ.